നമസ്കാരം. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് ഹൃദയാഘാതം മൂലം നടനും ഗായകനും മിമിക്രി കലാകാരനുമായ കലാഭവൻ നവാസ് അന്തരിച്ചത്. അപ്രതീക്ഷിത വേർപാടിന്റെ വേദനയിലാണ് സിനിമാ പ്രേമികളും കുടുംബവും സുഹൃത്തുക്കളും ബന്ധുക്കളുമെല്ലാം. പ്രഗമനം എന്ന സിനിമയുടെ ഷൂട്ടിനായി ചോറ്റാനിക്കരയിൽ പോയി തിരികെ വരാൻ തയ്യാറെടുക്കുമ്പോഴാണ് മരണം നവാസിലേക്ക് എത്തിയത്. കലാഭവൻ നവാസിന്റെ വേർപാട് ഇന്നും ഒരു വേദനയോടെയാണ് മലയാളികൾ ഓർത്തെടുക്കുന്നത്. നവാസിനൊപ്പം തന്നെ രഹനയുടെ മുഖവും എല്ലാവരുടെയും മനസ്സിൽ തെളിഞ്ഞു വരും. അത്രമേൽ സ്നേഹിച്ചു കഴിഞ്ഞിരുന്ന ദമ്പതികളായിരുന്നു ഇരുവരും. നവാസിനെ മരണവാർത്ത പടർന്നപ്പോൾ എല്ലാവരും ആദ്യം ചിന്തിച്ചതും രഹന ഇതെങ്ങനെ സഹിക്കും, ഉൾക്കൊള്ളും എന്നാണ്. ഇന്നും ആ വേർപാടും വിടവും രഹനയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. മലയാള സിനിമാ പ്രവർത്തകർക്കും ടെലിവിഷൻ കലാകാരന്മാർക്കും വലിയ ഞെട്ടൽ നൽകിയാണ് കലാഭവൻ നവാസിന്റെ വിയോഗം സംഭവിച്ചത്. ചോറ്റാനിക്കരയിൽ ഷൂട്ടിങ്ങിന് വേണ്ടി താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിൽ നവാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഹൃദയാഘാതമായിരുന്നു മരണകാരണം. നവാസിന്റെ അപ്രതീക്ഷിത മരണവാർത്ത കലാലോകത്തെ വല്ലാതെ നടുക്കിയിരുന്നു. ഓഗസ്റ്റ് 1-നാണ് ഉറ്റവർക്കും കുടുംബത്തിനും തീരാവേദന നൽകി നവാസ് കടന്നുപോയത്. നവാസിന്റെ മരണവുമായി ഇപ്പോഴും ഭാര്യ രഹനയും 3 മക്കളും പൊരുത്തപ്പെട്ടിട്ടില്ല. നവാസിന്റെ നിഴലായി മാത്രം ജീവിച്ച രഹനയെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാനാവുന്നതിലും അപ്പുറമായിരുന്നു ഭർത്താവിന്റെ വിയോഗം. നവാസിന്റെ മരണശേഷം പൊതുവേദികളിൽ ഒന്നും രഹന പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. മാധ്യമങ്ങളിൽ നിന്ന് തീർത്തും അകന്ന ജീവിതമായിരുന്നു രഹനയുടേതും മക്കളുടേതും. നവാസും രഹനയും ഒന്നിച്ച് അഭിനയിച്ച ഇഴ എന്ന ചിത്രം നവാസിന്റെ മരണശേഷം യൂട്യൂബിൽ റിലീസ് ചെയ്തിരുന്നു. മക്കൾ മാത്രമാണ് വല്ലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വാപ്പച്ചിയെക്കുറിച്ച് ഓർമ്മകൾ പങ്കുവയ്ക്കാറുള്ളത്. ഇപ്പോഴത്തെ നവാസ് അവസാനമായി അഭിനയിച്ച പ്രഗമനം എന്ന സിനിമ തിയേറ്ററിൽ കാണാൻ എത്തിയിരിക്കുകയാണ് രഹന. നവാസിക്കയുടെ വേർപാടിന്റെ സങ്കടം ഉള്ളിലൊതുക്കി വലിയ ഹൃദയവേദനയോടെയാണ് രഹന സിനിമ കണ്ടു തീർത്തത്. മക്കൾക്കൊപ്പമാണ് രഹന തിയേറ്ററിൽ ചിത്രം കാണാൻ എത്തിയത്. ചിത്രം പൂർത്തിയായി തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയതിന് പിന്നാലെ ഓൺലൈൻ മാധ്യമങ്ങൾ ചോദ്യങ്ങളുമായി രഹനയുടെ വട്ടം കൂടി. തുടർന്ന് വികാരഭരിതമായ നിമിഷങ്ങളിലൂടെയാണ് തിയേറ്ററിന്റെ പരിസരം കടന്നുപോയത്. പ്ലീസ്, ഒന്നും പറയാനില്ല, തന്നെ വെറുതെ വിടണമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ് രഹന പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞു. ഉടൻ തന്നെ മകൻ അമ്മയെ ചേർത്ത് നിർത്തുകയും ചെയ്തു. മകന്റെ നെഞ്ചിൽ മുഖം ചേർത്ത് രഹന കരഞ്ഞത് കണ്ടു നിന്നവരെയെല്ലാം കണ്ണീരണിയിച്ചു. ഈ ഘട്ടത്തിലും ഓൺലൈൻ മാധ്യമങ്ങൾ ഒരു നിമിഷവും വിടാതെ രഹനയുടെ മുഖം ഒപ്പിയെടുക്കുകയായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോകൾ പങ്കുവച്ചതോടെ വലിയ വിമർശനങ്ങളും ഉയർന്നു. അവരെ ബുദ്ധിമുട്ടിക്കാതെ വെറുതെ വിട്ടുകൂടെ എന്നാണ് പലരും കമന്റ് ബോക്സുകളിൽ ചോദിക്കുന്നത്. അവരുടെ സ്വകാര്യതയ്ക്ക് ഒരു വിലയുമില്ല എന്നും എന്തിനാണ് ഒരാളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതെന്നും പലരും ചോദിക്കുന്നു. കല്യാണം കഴിഞ്ഞ് 22 വർഷമാണ് രഹനയും നവാസും ഒരുമിച്ച് ജീവിച്ചത്. രഹനയെ തിരിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് രഹനയുടെ പിതാവായ കൊച്ചിൻ ഹസനാർ പറഞ്ഞു. കലാഭവൻ നവാസിനെ പ്രേക്ഷകന് നഷ്ടപ്പെട്ടത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലാണ്. സിനിമാ ഷൂട്ടിങ്ങിനായി ചോറ്റാനിക്കരയിൽ എത്തിയ താരത്തെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പ്രഗമനം സിനിമയുടെ ഷൂട്ടിങ്ങിനായിട്ടായിരുന്നു നവാസ് എത്തിയത്. താരത്തിന്റെ ഭാഗങ്ങളുടെ ചിത്രീകരണം പൂർത്തിയായിരുന്നു. നവാസിനെ മരണം കവരുമ്പോൾ പ്രായം വെറും 51 വയസ്സ് മാത്രമായിരുന്നു. കഴിഞ്ഞ ദിവസം പ്രഗമനം സിനിമ തിയേറ്ററുകളിൽ റിലീസായി. ഷോ കാണാൻ നവാസിന്റെ ഭാര്യ രഹനയും 3 മക്കളും എത്തിയത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയുമായി. നിറഞ്ഞ കണ്ണുകളുമായാണ് രഹന സിനിമ മുഴുവൻ കണ്ടു തീർത്തത്. നടന്റെ വേർപാടിൽ നിന്നും രഹനയും മക്കളും കരകയറിയിട്ടില്ല. നവാസ് ഒപ്പമില്ലാത്ത ജീവിതത്തെക്കുറിച്ച് തനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലെന്ന് പല അഭിമുഖങ്ങളിലും രഹന തന്നെ മുമ്പ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമ കാണാനായി തിയേറ്ററിൽ മക്കൾക്കൊപ്പം എത്തിയ രഹനയുടെ വീഡിയോയും പ്രേക്ഷകർക്ക് നോവായി മാറി. എപ്പോഴും നിറഞ്ഞ ചിരിയോടെയും പ്രസരിപ്പോടെയും വിടർന്ന കണ്ണുകളുമായി കുസൃതിയോടെ സംസാരിക്കുന്ന രഹനയെ മാത്രമേ പ്രേക്ഷകർ കണ്ടിട്ടുള്ളൂ. എന്നാൽ മാസങ്ങൾക്ക് ശേഷം മീഡിയയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട രഹനയുടെ മുഖത്ത് നിറഞ്ഞ ചിരിയോ പഴയ പ്രസരിപ്പോ ഉണ്ടായിരുന്നില്ല. സാധാരണ ഒരു ചുരിദാർ ധരിച്ച് കണ്ണെഴുതാതെ കരഞ്ഞു വീർത്ത കണ്ണുകളും വാടിയ മുഖവുമായിരുന്നു രഹനയ്ക്ക്. നവാസിന്റെ ശൂന്യത ആ കുടുംബത്തെയും രഹനയെ എത്രത്തോളം ബാധിച്ചുവെന്നത് മക്കളുടെയും രഹനയുടെയും വീഡിയോയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പ്രതികരണം എടുക്കാനായി മീഡിയ ചെന്നപ്പോൾ സംസാരിക്കാൻ സാധിക്കുന്നില്ലെന്നായിരുന്നു രഹനയുടെ മറുപടി. ആരെയും അഭിമുഖീകരിക്കാൻ കഴിയാതെ നവാസിന്റെ ഓർമ്മകളിൽ വിങ്ങിക്കരയുന്ന രഹനയെ ഇളയ മകൻ ആശ്വസിപ്പിക്കുന്ന വീഡിയോയും വൈറലാകുന്നുണ്ട്. രഹനയുടെ അവസ്ഥ കണ്ട് ഉള്ളം നീറുന്നു. എന്റെ ആരുമല്ലാതായിട്ടും നെഞ്ചൊന്ന് വിങ്ങിപ്പൊട്ടി. ആരൊക്കെ താങ്ങായി നിന്നാലും നഷ്ടപ്പെട്ടത് പകരം വെക്കാനാവാത്ത ഒരാളല്ലേ. മോൻ ചേർത്ത് പിടിച്ചത് കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞു. ഹൃദയം കൊണ്ട് പരസ്പരം ഒന്നായവർക്കേ നഷ്ടപ്പെടലിന്റെ വേദന അറിയാൻ കഴിയുകയുള്ളൂ. മുമ്പ് എന്ത് സുന്ദരിയായിരുന്നു രഹന. അത്രയേറെ തകർന്നിരിക്കുന്ന രഹനയോട് മക്കളോടും സാഹചര്യം മനസ്സിലാക്കാത്ത ചോദ്യങ്ങൾ ചോദിച്ച് പ്രതികരണം എടുക്കാൻ ശ്രമിച്ചതിന് ഓൺലൈൻ മീഡിയയെയും സോഷ്യൽ മീഡിയ വിമർശിച്ചു. ഇപ്പോഴെങ്കിലും അവരെ ഒന്ന് വെറുതെ വിട്ടുകൂടെ, വളരെ മോശം, ആ പാവത്തിനെ വിട്ടേക്ക് എന്നാണ് ഏറെയും കമന്റുകൾ. ഇളയ മകനോട് നിരന്തരം ചോദ്യം ചോദിച്ചതിനും മീഡിയയ്ക്ക് എതിരെ വിമർശനം ഉയർന്നു. സ്ഥലവും സാഹചര്യവും നോക്കാതെ എന്ത് തോന്നിയാസ ചോദ്യങ്ങളും ചോദിക്കുന്ന മീഡിയ ആ കുട്ടികളെ പോലും വെറുതെ വിടാൻ തയ്യാറല്ലാത്ത അല്പന്മാരായി അതമ്പതിച്ചിരിക്കുന്നു. എന്തിനാ ഇതൊക്കെ ഇട്ടിട്ട്? കുറച്ചു നാളത്തേക്കെങ്കിലും അവരെ വെറുതെ വിടൂ. വെങ്ങി പൊട്ടാൻ പാകത്തിന് നിൽക്കുന്ന ആ മോന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ മനസാക്ഷിയില്ലാതെ ചോദിക്കാൻ എങ്ങനെ തോന്നും?
അന്യന്റെ സ്വകാര്യ ദുഃഖം പോലും വിറ്റു തിന്നരുത് എന്നിങ്ങനെയായിരുന്നു പ്രതികരണങ്ങൾ. പ്രകമ്പനം സിനിമയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. സാഗർ സൂര്യ, ഗണപതി, അലമീൻ എന്നിവരാണ് പ്രധാന വേഷങ്ങൾ ചെയ്തിരിക്കുന്നത്. പ്രകമ്പനം ഒരു മുഴുനീള ഫാമിലി കോമഡി എന്റർടൈനറാണ്. എല്ലാ പ്രായക്കാർക്കും തിയേറ്ററിൽ പോയി പൊട്ടിച്ചിരിക്കാൻ കഴിയുന്ന കിടിലൻ ഫാമിലി കോമഡി എന്റർടൈനറാണ് പ്രകമ്പനം. വിജേഷ് പാണത്തൂരാണ് ചിത്രം സംവിധാനം ചെയ്തത്. കഴിഞ്ഞ ദിവസമായിരുന്നു പ്രകമ്പനം തിയേറ്ററുകളിലേക്ക് എത്തിയത്. ഹൊറർ കോമഡി ജേണറിലെത്തിയ ചിത്രത്തിന് വ്യത്യസ്തമായ പ്രതികരണങ്ങളായിരുന്നു ലഭിച്ചത്. ഗണപതിയും സാഗർ സൂര്യയും പ്രധാന താരങ്ങളായി അഭിനയിച്ച ചിത്രത്തിൽ കലാഭവൻ നവാസും നല്ല വേഷമാണ് ചെയ്തിരിക്കുന്നത്. മരിക്കുന്നതിന് തൊട്ടു മുൻപേയായി അദ്ദേഹം അഭിനയിച്ച ചിത്രം കൂടിയായിരുന്നു ഇത്. ഇപ്പോഴിതാ ചിത്രത്തെക്കുറിച്ചും നവാസിന്റെ പ്രകടനത്തെക്കുറിച്ചും പറഞ്ഞുള്ള നിയാസിന്റെ കുറിപ്പ് ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എത്ര നന്നായി അഭിനയിച്ചാലും ഞങ്ങളുടെ വാപ്പച്ചിയെ അടുത്തറിയുന്നവർ, വാപ്പച്ചിയുടെ പഴയകാല നാടകങ്ങളും സിനിമകളും കണ്ടിട്ടുള്ളവർ പറയും കൊള്ളാം, എങ്കിലും അബൂബക്കറിനോളം വന്നില്ല എന്ന്. അങ്ങനെ ആവുക എളുപ്പമല്ലെന്ന് ഞങ്ങൾക്കും അറിയാം. എന്നാൽ ഇന്നലെ പ്രകമ്പനം എന്ന സിനിമയിലെ നവാസിന്റെ അഭിനയം കണ്ടപ്പോൾ പല സീനുകളിലും വാപ്പച്ചിയുടെ അനായാസമായ അഭിനയ ശൈലി അവനിലെത്തിയതായി എനിക്ക് തോന്നി. ഇനിയായിരുന്നു ഏറെ നല്ല കഥാപാത്രങ്ങളെ അവന് നമുക്ക് വേണ്ടി കാണിക്കാനുണ്ടായിരുന്നത്. ഓർക്കുമ്പോൾ സഹിക്കുന്നില്ല. എങ്കിലും ജീവിത യാഥാർത്ഥ്യങ്ങൾ ഞാൻ ഉൾക്കൊള്ളുന്നു. ഞങ്ങളുടെ നവാസിനെ പൂർത്തീകരിക്കാൻ കഴിയാത്തത് അവന്റെ മക്കൾക്ക് സാധ്യമാവട്ടെ എന്ന പ്രാർത്ഥനയിലാണ് ഞങ്ങൾ. പ്രകമ്പനം ഒരു തികഞ്ഞ എന്റർടൈൻമെന്റ് സിനിമയാണ്. സിനിമയുടെ എല്ലാ ഘടകങ്ങളിലും ആ മികവ് പുലർത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം, നഷ്ടം വരില്ല. എൻ്റെ അനുജന് ഈ ഹിറ്റ് സിനിമയിൽ നല്ലൊരു വേഷം നൽകിയ പ്രകമ്പനത്തിന്റെ പ്രൊഡ്യൂസർ, ഡയറക്ടർ, മറ്റെല്ലാ മെമ്പേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥന എന്നുമായിരുന്നു അദ്ദേഹം കുറിച്ചത്. വളരെ ശരിയാണ്. നിങ്ങൾ രണ്ടുപേരെയും സ്ക്രീനിൽ കാണുമ്പോൾ ഉടൻ ബാപ്പയുടെ മുഖം മനസ്സിലേക്ക് വരും. വാത്സല്യത്തിലെ അമ്മാവൻ ഒരുപാട് ദുഃഖങ്ങൾ മനസ്സിൽ കൊണ്ട് നടന്ന ക്യാരക്ടർ കഥാപാത്രമായി ജീവിക്കുകയായിരുന്നു അദ്ദേഹം. 3 പേർക്കും 3 പാറ്റേൺ ആണ്. ബക്കറിക്ക വേറെ ലെവലായിരുന്നു. അദ്ദേഹത്തിന് ചക്രവാളം ചുവന്നപ്പോൾ എന്ന നാടകം തന്നെ ഉദാഹരണം. അത് എത്ര പ്രാവശ്യം കണ്ടുവെന്നറിയില്ല. നിയാസെ, നിങ്ങളുടെ വാപ്പച്ചി തൻ്റെ കഴിവ് പല സിനിമയിലൂടെയും നമുക്ക് കാണിച്ചു തന്നു. നിങ്ങളും നിങ്ങളുടെ കഴിവുകൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതിലൊന്നും ഞങ്ങൾക്കൊരു തർക്കവുമില്ല. എന്നാൽ ഇതിലും വലുത് നവാസിന്റെ മക്കളിലൂടെ പുറത്തു വരാൻ ഇരിക്കുന്നു എന്ന് നമുക്ക് കരുതാം. തീർച്ചയായിട്ടും ആ മക്കൾ മലയാള സിനിമയിൽ തല ഉയർത്തി നിന്നും നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു തുടങ്ങിയ കമന്റുകളായിരുന്നു പോസ്റ്റിന് താഴെ വന്നത്.